ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചു, താത്ത ഡെസ്ക് ടൂർ ഒന്ന് ചെയ്യുമെന്ന്. എന്നാൽ പിന്നെ ഡെസ്ക് ടൂർ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ പറയാം, എൻ്റെ ഡെസ്ക് അത്ര എസ്തെറ്റിക് ഒന്നും അല്ല. ഇതെൻ്റെ ലോഗോയാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പേജിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് വാളിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ വാൾ ഡെക്കോർ ചെയ്തതിൻ്റെ ടോപ്പിൽ ഞാൻ ഫെയറി ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ലീഫ് അതിൻ്റെ മേലെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പോളറോയിഡ്സിന്റെ ക്ലിപ്സിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴെയായിട്ടാണ് ഞാൻ പ്രിന്റ് ഒക്കെ എടുക്കുന്ന പേപ്പേഴ്സ് വെച്ചിട്ടുള്ളത്. ഇതെന്റെ പ്രിന്റർ ആണ് കേട്ടോ. ഈ പ്രിന്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ഡ്രോയർ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോന്നാണ് കേട്ടോ. വിൻഡോന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ തന്നെ എൻ്റെ പ്രിൻ്ററിൻ്റെ ഇങ്ക് ഉണ്ട്, ഫെവിക്കോൾ ഉണ്ട്, അങ്ങനെ ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ഡ്രോയർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു ഡ്രോയറിലാണ് എടുത്ത് വെക്കാറ്. ഇതിൻ്റെ ലിങ്കൊക്കെ എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഈ കാണുന്നതൊക്കെ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ്. അതിൽ ബ്ലാക്ക് സെല്ലോ ടാപ്പ് ചുറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതിലാണ് ഞാൻ എൻ്റെ വലിയ സിസേഴ്സൊക്കെ എടുത്ത് വെക്കാറ്. പിന്നെ ഒന്ന് രണ്ടെണ്ണം വേറെ ഉണ്ട്, അതിൽ ഞാൻ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ട്. ഇത് ഫൈസിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഒരു ട്രൈപോഡ് ഉണ്ട്. എൻ്റെ യൂട്യൂബിലുള്ള ചില വീഡിയോസൊക്കെ ഞാൻ ഇത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാറ്. പിന്നെ ഡെസ്കിൽ എൻ്റെ HP-ൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്. ഇതിലാണ് നമ്മളെ എല്ലാ വർക്കും നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇതൊരു പാളിപ്പോയ ഓർഗനൈസർ ആണ് കേട്ടോ. ഇതിലാണ് ഇപ്പൊ ഞാൻ എൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക. പിന്നെ ഈ ഒരു എംബ്രോയിഡറി ഹൂപ്പ്, ഇതും പാളിപ്പോയൊരു വർക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് എംബ്രോയിഡറി ഹൂപ്പ് ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് കളയാനും തോന്നിയില്ല, അപ്പം അതങ്ങനെ എടുത്ത് വെച്ചു. ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഫൈസി എനിക്ക് ഡൽഹിയിൽ ഏതോ ഒരു മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഈ വക ഐറ്റംസ് ഒക്കെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മളെ ബിസിനസ് ഒഫീഷ്യലി രജിസ്ട്രേഡ് ആണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് സിഗ്സാഗ് സിസേഴ്സ് ഒക്കെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ജ്യൂസ് ഗ്ലാസ് ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പെൻ ഹോൾഡർ ആണ്. ഇതിലാണ് ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ നൈഫും പിന്നെ സ്കെയില്, സിസർ ഒക്കെ എടുത്ത് വെക്കാറ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് പെൻ ഹോൾഡർ വേറെ ഉണ്ട്, പക്ഷെ ഒന്നും ഓർഗനൈസ്ഡ് അല്ല. ഡെസ്കിൻ്റെ ഒരു മൂലയിൽ ഈ ഒരു പേപ്പർ കട്ടർ ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ പോളറോയിഡ് ഫോട്ടോസ് ഒക്കെ കട്ട് ചെയ്യാറ്. അതേപോലെ ഫ്രെയിം വർക്കിനുള്ളതൊക്കെ കട്ട് ചെയ്യൽ ഇത് വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ വുമൺ പവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാർഡാണ്. അതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി കൊറിയർ അയക്കാനുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അഡ്രസ്സൊക്കെ ഒട്ടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൈഡിലാക്കി വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഫൈസിക്ക് പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ആള് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു അത് ഡെലിവറി ആയത്. ഇതിലുള്ള ആ പച്ച ബോട്ടിലില്ലേ, അത് മാത്രമേ നല്ല സ്മെല്ലുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ബോക്സ് ഓർഡർ ചെയ്തത്. പിന്നെ എൻ്റെ വിൻഡോൻ്റെ ഇപ്പുറത്തുള്ള വോളിൽ നമ്മളെ ഫാമിലി ഫോട്ടോസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓർഗനൈസർ ഓർമ്മയുണ്ടോ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഇല്ലാത്ത സാധനങ്ങളില്ല. കുറേ സെല്ലോ ടേപ്സും ഇങ്ക്, പിന്നെ കുറച്ച് ബോക്സ് എല്ലാം കൂടെ ഞാൻ അതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെൻഗ്വിനെ ഞാൻ ഉണ്ടാക്കിയതാണ്. അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, എന്നാലും ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പാക്കിങ്ങിന് ആവശ്യമുള്ള ഒരുവിധം ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കല്. പിന്നെ താഴത്തെ കമ്പാർട്ട്മെന്റിൽ കുറച്ച് ബുക്സും ഉണ്ട്, പിന്നെ കുറച്ച് ബോക്സസും ഉണ്ട്. ഈ ഒരു ജൂട്ട് മാറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ താഴത്തെ പോർഷനിൽ ഇത്രയേ ഉള്ളൂ. ഇനി മേലത്തെ റാക്കിലാണ് ഞാൻ എൻ്റെ ഫ്രെയിമൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. 2x2 സൈസ് മുതൽ A3 സൈസ് വരെയുള്ള ഫ്രെയിംസ് എല്ലാം ഞാൻ എടുത്ത് വെക്കുന്നത് ഈ ഒരു റാക്കിലാണ് കേട്ടോ. സ്റ്റിക്കർ പ്രിന്റിംഗ് പേപ്പേഴ്സും ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് റെസിൻ ഉണ്ട്, അതേപോലെ പാക്കിങ്ങിനുള്ള സെല്ലോ ടേപ്സ് ഉണ്ട്, സ്ട്രെച്ച് ഫിലിംസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ മേലെ വെച്ചിട്ടുള്ളത്. പിന്നെ താഴത്തെ പോർഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും ഫ്രെയിംസ് ആണ്, അത് എടുക്കാത്ത ഫ്രെയിംസ് ആണ്. പിന്നെ ഈ ഒരു ബോക്സിൽ റാപ്പിംഗ് ഷീറ്റും ബബിൾ റാപ്സും ഒക്കെയാണ് ഉള്ളത്. ഇത്രയും ഐറ്റംസ് ആണ് എൻ്റെ ഒരു ക്രാഫ്റ്റ് റൂമിലുള്ളത് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു സ്പേസിലാണ്. ഞാൻ മീഷോന്ന് 2 പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഐറ്റം വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഈ പാക്കിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള നമ്മൾ പേസ്റ്റൽ അക്രിലിക് കളേഴ്സ് ആണ് കേട്ടോ. 6 കളേഴ്സ് വരുന്ന ഈ ഒരു ബോക്സിന് 190 രൂപ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ബ്രഷിന്റെ സെറ്റ് ആണ്. ടോട്ടൽ 13 ബ്രഷസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നമ്മളെ ഈ കുഞ്ഞു ചാനൽ ഇപ്പോൾ 7K സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ.